ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവരും എക്സാം ഡേറ്റ് ഒക്കെ അടുക്കാറായപ്പോൾ അതിൻ്റെ തകൃതിയിലായിട്ടുള്ള പഠിത്തത്തിലൊക്കെ ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ ഡേറ്റ് ആവാറായി. അപ്പോൾ എല്ലാവരും പഠിച്ച് റിവിഷൻ്റെ ഒക്കെ സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ NOSന്റെ സൂപ്പർ 30 പ്രഡിക്ഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഇങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ NOS 12ന്റെ മാത്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. അതായത് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളതും ഇനി വരാൻ സാധ്യതയുള്ളതായിട്ടുള്ള 10 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഓരോ പ്രോബ്ലംസും ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്സ്, എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാനിവിടെ ആദ്യം ആഡ് ചെയ്തിരിക്കുന്നത് കോണിക് സെക്ഷൻ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കോണിക് സെക്ഷനിൽ നമ്മൾ പാരബോള, ഹൈപ്പർബോള, എലിപ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം മസ്റ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഇതിപ്പോ എലിപ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ പാരബോളയോ ഹൈപ്പർബോളയോ ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തന്നിട്ട് ഓരോന്നും കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദി എസെൻട്രിസിറ്റി, കോർഡിനേറ്റ്സ് ആൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കി ആൻഡ് ലെങ്ത് ഓഫ് ദി ആക്സിസ് ഓഫ് ദി എലിപ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആ ഇക്വേഷൻ നോക്കൂ. എന്താണ് 3x² + 4y² = 12 എന്ന് പറഞ്ഞിട്ടുള്ള എലിപ്സിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ് എന്താണ്? x² / a² + y² / b² ആണല്ലേ. = 1 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്താക്കണം? ഈ ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റണം. അപ്പൊ അവിടെ =1 നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആ =1 ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? =12 ആണ്. അപ്പൊ 12നെ 1 ആക്കാൻ വേണ്ടി നമ്മൾ ആ ഇക്വേഷനെ ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 12/12 എന്താവും? 1 ആവല്ലേ. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് 12 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താവും? 3x² / 12 + 4y² / 12 = 12/12 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നോക്കൂ, ആ x² / 12ഉം ആ മുകളിലുള്ള 3യും കൂടി എന്താ കട്ടായി പോയിട്ട് നമുക്ക് അവിടെ എന്ത് പുതിയൊരു ഇക്വേഷൻ കിട്ടും? x² / 4 എന്നായി. അതുപോലെ തന്നെ ആ y² കൂടെ 4 ഉണ്ട്. അതുപോലെ y² ഡിനോമിനേറ്റർ എന്താണ്? 12 ആണ്. അപ്പൊ അത് രണ്ടും കൂടി കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും അല്ലെ. അപ്പൊ = 12/12 എന്താണ്? 1 ആണ്. അപ്പൊ x² / 4 + y² / 3 = 1 ആണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, നമുക്ക് തന്നിരിക്കുന്ന ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്താക്കി? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലെ. ത്രൂ ഔട്ട് എന്താണ് ആ = ഇപ്പുറം കിടക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ അത് വെച്ച് നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം x² / a² ആണ്. അപ്പൊ a²ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 4 ആണ്. അപ്പൊ a എന്തായിരിക്കും? 2 ആയിരിക്കും. അതുപോലെ b² സ്ഥാനത്ത് ഇവിടെ എന്താണ്? 3 ആണ്. അപ്പൊ b = എന്തായിരിക്കും? √3 ആയിരിക്കും. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? എസെൻട്രിസിറ്റി ആണ്. അപ്പൊ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് e² = 1 - b² / a² എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് 1 - b² എന്താണ്? 3 ആണല്ലേ. a² എന്താണ്? 4 ആണ്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 - 3/4, അതായത് 1/4 എന്ന് കിട്ടും. അതായത് e² = 1/4. നമുക്ക് അവിടെ e അല്ലേ വേണ്ടത്. അപ്പൊ e എന്ന് പറഞ്ഞാൽ എന്താണ്? e² ആണ് 1/4. അപ്പൊ √e². അപ്പൊ നമുക്ക് അവിടെ e എന്ത് കിട്ടും? 1ന്റെ സ്ക്വയർ റൂട്ട് 1 തന്നെ. 4ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 2. അപ്പൊ e = 1/2 എന്ന് നമുക്ക് അവിടെ ഉത്തരം കിട്ടും. അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ എന്താണ്? കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കസ് കണ്ടുപിടിക്കണം. അപ്പൊ ഫോക്കസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? f ± a(0) ആണ് ഫോക്കസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ± a എന്താണ്? 2 ആണല്ലേ. 2 × e നമുക്ക് ഇവിടെ ഇപ്പൊ കിട്ടി. എന്താണ്? 1/2, 0. അതാണ് ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഈ ± ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോയില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ± 1 0 ആണ് അവിടെ ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ± 1 0. ഇനി നമുക്ക് ലെങ്ത് ഓഫ് ദി എന്താണ്? ആക്സിസ് കണ്ടുപിടിക്കണം. അപ്പൊ മേജർ ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? 2a ആണ്. അതുപോലെ മൈനർ ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? 2b. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ലെങ്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2a ആൻഡ് 2b ആണ്. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ മേജർ ആക്സിസ് എന്താണ്? 2a ആണ്. അപ്പൊ 2 × 2 = 4 എന്ന് കിട്ടും. അതുപോലെ തന്നെ മൈനർ ആക്സിസിനെ കണ്ടുപിടിക്കാനാണ് 2b എന്ന് പറയുന്നത്. അപ്പൊ 2b എന്ന് പറയുമ്പോൾ 2 × b എന്താണ് അവിടെ? √3. അതായത് 2 √3 എന്ന് നമുക്ക് എന്താണ്? മൈനർ ആക്സിസിന്റെ
ഇക്വേഷനിൽ കിട്ടും അല്ലെ. അതായത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താണ് 4ഉം ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്താണ് 2√3. അപ്പൊ ഈ കോണിക് സെക്ഷനിൽ നിന്ന് ഈ ചോദിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ളൊരു ചോദ്യം നമുക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. ഇതിപ്പോ ചോദിച്ചത് എലിപ്സിൽ നിന്നായിരുന്നു, അതുപോലെ പാരബോളയോ ഹൈപ്പർബോളയോ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാവരും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. നമ്മൾ ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലാണ് പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അത് മെട്രിക്സിൽ നിന്നാണ്. ഇത് മെട്രിക്സ് എന്ന് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് ഈ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതെന്താണ് സിമെട്രിക് മെട്രിക്സ് ആണോ എന്ന് നമ്മൾ ഷോ ചെയ്യുക. എങ്ങനെയാണ് ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് ഷോ ചെയ്യുന്നത്? അതായത് ഒരു മെട്രിക്സ് ഇപ്പൊ എ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കണം. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസിനോട് ആ ഒരു മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതായത് അതിനെ നമ്മൾ എന്താ പറയാ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണെങ്കിൽ അതെന്താണ് സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണ് നമുക്ക് നോക്കിയാലോ. അത് നമുക്ക് അതിനെ എ എന്ന് പറഞ്ഞ നെയിം ചെയ്താൽ നമുക്ക് എല്ലാ മെട്രിക്സിനും എ എന്ന് പറഞ്ഞ നെയിം ചെയ്താൽ അതിന്റെ എ ട്രാൻസ്പോസ് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും 2 - 4 3 ആണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്. അപ്പൊ ഈ ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത് റോസ് ചേഞ്ച് ചെയ്ത് കോളംസ് ആക്കിയതാ. അതായത് ഇതാണല്ലേ റോസ്, ഇങ്ങനെ ഇതെന്നാണ് റോസ്, അത് ചേഞ്ച് ചെയ്ത് എന്താക്കിയതാ കോളംസ് ആക്കിയതാ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റോയിൽ അവിടെ എന്താ തന്നിരിക്കുന്നത് 2 - 4 ആണല്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താവും കോളം ആവും. അതായത് അതെങ്ങനെ എഴുതാം 2 - 4. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് റോ എടുക്കുക. അത് -4 3 ആണ് റോ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താക്കി എഴുതണം കോളമാക്കി എഴുതണം. അപ്പൊ -4 3 ആവും അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് ട്രാൻസ്പോസ് എടുത്തപ്പോൾ കിട്ടിയ മെട്രിക്സ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഈ ഒരു മെട്രിക്സും ശരിയാണോ നോക്കിയേ 2 - 4 3. അപ്പൊ ഇത് ഈക്വൽ ടു എന്താണ് എ അല്ലേ. അപ്പൊ എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. അപ്പൊ ഫസ്റ്റ് മെട്രിക്സ് എന്താണ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കിട്ടി. നമുക്ക് നെക്സ്റ്റ് മെട്രിക്സ് നോക്കാം. അതിന് നമുക്ക് ഏന്ന് നെയിം ചെയ്താൽ അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കൂ. 1 - 1 2 ആണ് അതിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്താക്കി എഴുതണം കോളാക്കി എഴുതാം 1 - 1 2. ഇനി സെക്കൻഡ് റോ നോക്കൂ -1 2 -3 ആണ്. അപ്പൊ അത് നമ്മൾ കോളാക്കിയാല് -1 2 -3. ഇനി ലാസ്റ്റ് റോ എന്താണ് 2 - 3 4 ആണ്. അപ്പൊ 2 - 3 4. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ എ ആയിട്ട് 1 - 1 2 -1 2 -3 2 - 3 4. അപ്പൊ ഇത് ഈക്വൽ ടു എന്താണ് എ ആണ്. അപ്പൊ സെക്കൻഡ് മെട്രിക്സ് എന്താണ് അതും സിമെട്രിക് ആണ്. മനസ്സിലായില്ലേ. ഇനി നമുക്ക് തേർഡ് വൺ നോക്കാം. തേർഡ് വൺ എങ്ങനെയാണ് അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. നമുക്ക് ABC ആണല്ലേ അതിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. നമ്മൾ കോളാക്കി എഴുതുമ്പോൾ ABC. സെക്കൻഡ് വൺ BDE ആണ് സെക്കൻഡ് റോ. അത് നമ്മൾ കോളാക്കി എഴുതുമ്പോൾ BDE. ഇനി തേർഡ് റോ നോക്കൂ CEF ആണ്. CEF ആണ് തേർഡ് റോ എന്ന് പറയുന്നത്. നമ്മൾ എന്താക്കി എഴുതണം കോളാക്കി എഴുതാ CEF. ഇതൊന്ന് എ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കൂ ABC BDE CEF. അപ്പൊ ആ മെട്രിക്സ് എന്താണ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കിട്ടിയില്ലേ ഈക്വൽ ടു എ. അപ്പൊ ഇതും എന്താണ് സിമെട്രിക് ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് വൺ എ ട്രാൻസ്പോസ് ചെയ്ത് നോക്കൂ 1 0 0 0 1 0 0 0 0 എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് ഏതാ ഫസ്റ്റ് റോ എന്റെ എന്താണ് 1 0 0 ആണല്ലേ. നമ്മൾ കോളാക്കി എഴുതുമ്പോൾ 1 0 0. ഇനി സെക്കൻഡ് റോ 0 1 0 ആണ്. നമ്മൾ കോളാക്കി എഴുതുമ്പോൾ 0 1 0. ലാസ്റ്റ് റോ എന്താണ് 0 0 0. സോ 0 0 0. ഇതെന്താണ് നമുക്ക് ഏതെന്നെ കിട്ടിയില്ലേ. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 മെട്രിക്സ് എന്താണ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കിട്ടി. അപ്പൊ അതുപോലെ തന്നെ ഒരു മെട്രിക്സ് എന്നിട്ട് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ അത് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് അതായത് ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും പഠിക്കാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് സിമെട്രിക് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. നമുക്ക് എന്താണ് ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും പഠിക്കാതെ പോകരുത് കേട്ടോ. അതിൽ നിന്ന് എന്തായാലും ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു റിസൾട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇന്റഗ്രൽ ഓഫ് a raised to x dx is equal to a raised to x divided by log a plus c. ആ റിസൾട്ട് എന്തായാലും കാണാതെ പഠിക്കണം കേട്ടോ. a raised to x dx ന്റെ ഇന്റഗ്രൽ എന്താണ് a raised to x by log a plus c. ആ റിസൾട്ട് യൂസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇന്റഗ്രൽ ഓഫ് 2 raised to x into 3 raised to minus x dx. അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നമുക്കൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഞാനിവിടെ തന്നിട്ടില്ല. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നമുക്കത് കണക്ഷൻ ആക്കി എടുക്കാമില്ല എന്നാണ്. നമ്മൾ എന്ത് ചെയ്തു തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക്
2 divided by 3 whole raised to x dx എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ വന്നു എന്ന് നോക്കൂ. അത് 3 raised to minus x അല്ലേ? അപ്പൊ അതായത് അത് ഡിനോമിനേറ്ററിൽ കിടന്ന വാല്യൂ ആണ്. അത് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ അതിന്റെ പവർ എന്താവും? മൈനസ് വരും. അപ്പൊ 3 raised to x എന്ന് പറഞ്ഞത് ഡിനോമിനേറ്ററിൽ കിടന്ന, അതായത് ഛേദം. നമ്മൾ പറയാൻ ഇപ്പൊ a by b ഈ താഴെ കിടന്നതാണ് ഈ 3 raised to x എന്ന് പറയുന്നത്. അത് നമ്മൾ പവർ ആക്കി മുകളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ അതിന്റെ പവർ എന്താവും? മൈനസ് ആയിട്ട് ചേഞ്ച് ആവും. അങ്ങനെയാണ് റേസ് ടു മൈനസ് എക്സ് വന്നത്. അപ്പൊ സോ നമുക്ക് അതിങ്ങനെ ഇരിക്കൂടെ 2/3 ഹോൾ റേസ് ടു എക്സ് ഡി എക്സ് നമുക്ക് അതിനെ എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെ എഴുതുമ്പോ അവിടെ നമുക്ക് ഉത്തരം എന്ത് കിട്ടും നോക്കാം. അതായത് ഇപ്പൊ നോക്കൂ, എ റേസ് ടു എക്സ് ഡി എക്സ് ഫോമിൽ ആയില്ലേ അത്. അപ്പൊ എ റേസ് ടു എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ലോഗ് എ, അതായത് എ റേസ് ടു 2/3 റേസ് ടു എക്സ്. അതാണ് നമ്മുടെ എ എന്ന് പറയുന്നത് എന്താണ്? 2/3 ആണ്. ഡിവൈഡഡ് ബൈ ലോഗ് എ, ലോഗ് 2/3 പ്ലസ് സി. ഇതാണ് നമ്മുടെ അവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എ റേസ് ടു എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എ പ്ലസ് സി. ആ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇതുപോലുള്ള കുറെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. അപ്പൊ അതെല്ലാവരും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഏതിൽ നിന്നാണ് ഇത്തവണ ചോദിക്കുന്നത് നമുക്കറിയില്ല, പക്ഷെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് വന്നാൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വിട്ട് കളയരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്താണ്? ഓർഡർ ആൻഡ് ഡിഗ്രി അല്ലെ? ഓർഡർ ആൻഡ് ഡിഗ്രി അത് നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പവർ നോക്കാം. ആ പവറിൽ ഏതാണോ ഹയസ്റ്റ് പവർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ, അതാണ് എന്ത്? അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ മനസ്സിലായില്ലേ? ഇനി ആ ഓർഡർ കിട്ടിയ വാല്യൂവിന്റെ പവർ എന്താണോ, ഹോൾ പവർ എന്താണോ, അതാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതായത് ഫസ്റ്റ് ഇക്വേഷൻ തന്നിരിക്കുന്നത് എന്താണ്? ഡി സ്ക്വയർ എക്സ് by dt square whole square plus t square into ds by dt whole raised to 4. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ചാടി ഇതിന്റെ ഓർഡർ എന്താണ്? 4 എന്നൊന്നും പറഞ്ഞ് എഴുതരുത്. കാരണം നോക്കി, ഇതിന്റെ ഹയസ്റ്റ് പവർ ഡെറിവേറ്റീവ് എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ഡി എസ് ബൈ ഡി ടി ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ഹയസ്റ്റ് പവർ? സെക്കൻഡ് ഡിഗ്രി അല്ലേ? അതായത് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. കണ്ടില്ലേ? അതാണ് ഹയസ്റ്റ് പവർ. ഫസ്റ്റ് ഡിഗ്രി ആയിരുന്നു. ഇതെന്താണ്? ഇത് ഫസ്റ്റ് ഡിഗ്രി ആണ്. ഇതെന്താണ്? സെക്കൻഡ് ഡിഗ്രി ആണ്. അപ്പൊ സെക്കൻഡ് അല്ലേ ഇവിടെ ഹയസ്റ്റ്. അപ്പൊ അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓർഡർ കിട്ടിയ ഹയസ്റ്റ് ആയിട്ടുള്ള ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക. അതിന്റെ പവർ എന്താണോ നോക്കുക. അത് ഹോൾ റേസ് ടു 2 ആണ്. അതാണ് അതിന്റെ എന്ത്? ഡിഗ്രി. അതാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അല്ലാതെ ഈ 4 എഴുതരുത് കേട്ടോ. നമ്മൾ എടുത്ത ഓർഡർ എടുത്ത ഇക്വേഷൻ എന്താണോ അതിന്റെ പവർ ആണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വണ്ണിന് നോക്കൂ. ആ നെക്സ്റ്റ് വണ്ണിന്റെ ഓർഡർ എന്തായിരിക്കും? അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എന്തായിരിക്കും? d square d raised to 4y divided by dx raised to 4 whole square plus x cube into d cube y by dx cube whole raised to 5 is equal to sin x ആണ്. അപ്പൊ അതിന്റെ ഓർഡറും ഡിഗ്രി എന്തായിരിക്കും നോക്കൂ. അതായത് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ എന്താണ്? ഇവിടെ 4 ആണ് അല്ലെ? d raised to 4y തന്നിട്ടുണ്ട്. അപ്പൊ അതല്ലേ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഓർഡർ എന്താണ്? 4ഉം അതുപോലെ അതിന്റെ ഡിഗ്രി എന്താണ്? ആ 4 വന്ന ഇക്വേഷന്റെ പവർ നോക്കാം. അത് ഹോൾ എന്താണ്? സ്ക്വയർ ആണ്. അപ്പൊ അതാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാന്ന് നോക്കുക. അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അതിന്റെ പവർ എന്താന്ന് നോക്കുക. അതാണ് എന്ത്? ഡിഗ്രി എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഷുവർ ആയിട്ട് ചോദിക്കോട്ടെ. 1 മാർക്കിനൊക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് എന്തായാലും മസ്റ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചുകൊണ്ടുപോകാം കേട്ടോ. നെക്സ്റ്റ് വന്നാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല. അതുപോലെ തന്നെ ഈ ഫോർമുലാസ് ഉള്ള ക്വസ്റ്റ്യൻസിനൊക്കെ എന്തായാലും നിങ്ങൾ ഫോർമുലാസ് എഴുതി വെക്കാം കേട്ടോ. അത് എഴുതി വെക്കുന്നതിന് നമുക്ക് മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻസും അതുപോലെ ഫോർമുലാസ് ഒക്കെ പഠിച്ചു പോവുക. അത് എന്തായാലും അത് യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാനുണ്ടെങ്കിൽ അത് എന്തായാലും സ്റ്റേറ്റ് ചെയ്ത് വെക്കുക. അത് എന്തായാലും അവിടെ എഴുതി വെക്കുക. നമ്മൾ എന്താ റിസൾട്ട് പഠിച്ചത് ആ ഇക്വേഷൻ എന്തായാലും അവിടെ എഴുതി വെക്കുക. അത് ബേസ് ചെയ്താണല്ലോ നമ്മൾ പിന്നെ ആ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ അതെന്തായാലും എഴുതി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എന്താണ്? ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ആണ്. ഏതൊക്കെയാണ് പോയിന്റ്സ് തന്നിരിക്കുന്നത്?
3, 6, 8 ആൻഡ് 5 2 7 ആണ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ 3, 6, 8 എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് വൺ എന്താണ്, നമുക്ക് x1 y1 z1 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് വൺ എന്താണ്, x2 y2 z2 എന്ന് നമുക്ക് നെയിം ചെയ്താൽ നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല എല്ലാവർക്കും തറവായിട്ട് അറിയാവുന്ന ഇക്വേഷൻ ആണല്ലേ, റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല. ഇത് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് x2 ഇവിടെ എന്താണ് 5 ആണ്, അപ്പോൾ 5 മൈനസ് x1 എന്താണ് 3 ആണ്, അപ്പൊ 5 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്താണ് 2 ആണ്, 2 മൈനസ് 6 ആണല്ലേ y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 എന്താണ് 7 മൈനസ് 8 ആണല്ലേ z1 ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടും, റൂട്ട് ഓഫ് 5 മൈനസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2, 5 മൈനസ് 3 എന്താണ് 2, 2യുടെ സ്ക്വയർ എന്താണ് 4. നെക്സ്റ്റ് വൺ 2 മൈനസ് 6, 2 മൈനസ് 6 ചെയ്താൽ എന്ത് കിട്ടും, മൈനസ് 4 കിട്ടും അല്ലെ. അപ്പൊ മൈനസ് 4ന്റെ സ്ക്വയർ എന്താണ് 16 പ്ലസ് 7 മൈനസ് 8 എന്താണ് മൈനസ് 1 ആണ് അല്ലെ. അപ്പൊ മൈനസ് 1ന്റെ സ്ക്വയർ 1. ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 16 പ്ലസ് 4 20 പ്ലസ് 1 എന്താണ് 21, റൂട്ട് 21 ആണ് നമുക്ക് അവിടെ എന്ത് ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല മസ്റ്റ് ആയിട്ട് പഠിക്കുക. അത് ബേസ് ആയിട്ടുള്ള ചോദ്യം ഷുവർ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും പഠിക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വൺ എന്താണ്, അടുത്തത് നമ്മുടെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താണ്, ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് r മൈനസ് എസ് ആണ് കണ്ടുപിടിക്കുന്നത്. രണ്ട് വെക്ടേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, ആറും എസും. പക്ഷെ അതിന്റെ ഡയറക്ഷനിലല്ല കണ്ടുപിടിക്കുന്നത്, r മൈനസ് എസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ അവിടെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്, ഒരു വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ഓ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അത് നമ്മൾ വേർഡ്സിൽ പറയുമ്പോൾ ഇക്വേഷൻ ഫോമിൽ നമ്മൾ എഴുതും എന്താവും, ഇവിടെ നമ്മൾ എന്തിന്റെ ഡയറക്ഷനിലാണ് കാണേണ്ടത്, r മൈനസ് എസിന്റെ ഡയറക്ഷനിലാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് അവിടുത്തെ വെക്ടർ എന്താണ്, r മൈനസ് എസ് ആയിരിക്കും, വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ വെക്ടർ എന്താണ് r മൈനസ് എസ് ആണ്. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും, മോഡുലസ് ഓഫ് r മൈനസ് എസിനാണല്ലോ നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് മാഗ്നിറ്റ്യൂഡും കിട്ടും. അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചൂടെ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ എന്ത് ചെയ്യണം, r മൈനസ് എസ് കണ്ടുപിടിക്കുക. സോ വെക്ടർ r മൈനസ് വെക്ടർ എസ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്, r അങ്ങോട്ട് ചെയ്താലോ, i പ്ലസ് 2j മൈനസ് 3k, ക്യാപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ, ക്യാപ്പ് ഇടാം കേട്ടോ, i ക്യാപ്പ് പ്ലസ് 2j മൈനസ് 3k ക്യാപ്പ് മൈനസ് 2i ബ്രാക്കറ്റ് ഇടാം, 2i മൈനസ് j പ്ലസ് 2k. നമ്മളിത് മൈനസ് ചെയ്യാം കേട്ടോ, i മൈനസ് 2i, i കമ്പോണൻസ് മൈനസ് ചെയ്യാം, j കമ്പോണൻസ് തമ്മിൽ മൈനസ് ചെയ്യാം, k കമ്പോണൻസ് തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പൊ i ചെയ്യും, ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ i മൈനസ് 2j, i മൈനസ് 2j എന്ന് പറയുമ്പോൾ 1 മൈനസ് 2, 1 മൈനസ് 2 എന്താണ് മൈനസ് 1. അപ്പൊ നമ്മൾ 1ഉം മൈനസ് 1 ഒക്കെ വരുമ്പോൾ സ്പെസിഫൈ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 1 ആണെങ്കിൽ i എന്ന് എഴുതാം, മൈനസ് 1 ആണെങ്കിൽ മൈനസ് i എന്ന് എഴുതാം. അപ്പൊ സോ 1 മൈനസ് 2 എന്താണ് മൈനസ് 1i, അതായത് മൈനസ് i. നെക്സ്റ്റ് 2j മൈനസ് 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 ഓഫ് j ആണ്, ഇവിടെ രണ്ട് മൈനസ് ഉണ്ടല്ലേ, മൈനസ് ഓഫ് മൈനസ് j, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എന്താവും പ്ലസ് ആവും അല്ലേ, 2j മൈനസ് മൈനസ് j. അപ്പൊ രണ്ട് മൈനസ് അടുപ്പിച്ചുമ്പോൾ എന്താണെന്ന് പഠിച്ചിരിക്കുന്നത് നമ്മൾ, പ്ലസ് ആവും. സോ 2j പ്ലസ് j, 2j പ്ലസ് j അതായത് 2 പ്ലസ് 1, അവിടെ എന്ത് കിട്ടും 3j എന്ന് കിട്ടും അല്ലെ, പ്ലസ് 3j. നെക്സ്റ്റ് വൺ എന്താണ്, മൈനസ് 3k മൈനസ് 2k, മൈനസ് 3k മൈനസ് 2k, രണ്ട് മൈനസ് വന്നിട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ട് അതിന്റെ കോമൺ സൈൻ ഇടണം അല്ലെ, അതായത് മൈനസ് 3 മൈനസ് 2 മൈനസ് 3 മൈനസ് 2, അപ്പൊ അവിടെ എന്ത് കിട്ടും മൈനസ് 5. അപ്പൊ മൈനസ് 5k. ഇതാണ് നമുക്ക് അവിടെ വെക്ടർ r മൈനസ് എസ് എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പൊ ഇതിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾക്ക് നെക്സ്റ്റ് ഇക്വേഷൻ എന്തുകൂടെ കണ്ടുപിടിക്കണം, അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് മോഡുലസ് ഓഫ് r മൈനസ് എസ് നമ്മൾ കണ്ടുപിടിക്കുക. മോഡുലസ് ഓഫ് r മൈനസ് എസ് എങ്ങനെ കണ്ടുപിടിക്കും, ഈ iന്റെയും jന്റെയും kന്റെയും കോഎഫിഷ്യൻസിന്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. സോ മൈനസ് 1 ആണല്ലേ ഐയുടെ കോഎഫിഷ്യന്റ്, മൈനസ് 1 സ്ക്വയർ പ്ലസ്
ജെയുടെ കോഎഫിഷ്യന്റ് എന്താണ് 3 സ്ക്വയർ പ്ലസ് -5 ആണ് കെയുടെ കോഎഫിഷ്യന്റ്. സോ ഇത് നമുക്ക് എന്ത് കിട്ടും? -1ന്റെ സ്ക്വയർ 1 തന്നെ, 3യുടെ സ്ക്വയർ എന്താണ് 9 ആണ്, 5ന്റെ സ്ക്വയർ എന്താണ് 25 ആണ്. -5 സ്ക്വയർ എടുക്കുമ്പോൾ -5 × -5 എന്താണ് 25. സോ നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ √35 എന്നാണ് കിട്ടുന്നത്. അപ്പൊ √35 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇതിന്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെ ചെയ്തു? ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു നമുക്ക് എന്തിട്ട് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വെക്ടർ എന്താ നമുക്ക് കിട്ടിയത്? -i + 3j - 5k ഡിവൈഡഡ് ബൈ √35. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് എന്തായി? ഫുൾ മാർക്ക് അവിടെ കിട്ടി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാട്ടോ. പക്ഷെ ഇതുവരെ എഴുതിയാൽ ഫുള്ള് മാർക്ക് കിട്ടും. സെപ്പറേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ -i / √35 + 3j / √35 അങ്ങനെ പ്ലസ് അല്ല -5k / √35 എന്ന് എഴുതിയാലും മാർക്ക് ഉണ്ട്. പക്ഷെ ഇതുവരെ എഴുതിയാൽ മതി. ഇതുവരെ എഴുതിയാൽ നമുക്ക് അവിടെ ഫുള്ള് മാർക്ക് കിട്ടും. അപ്പൊ എന്തായാലും ഇത് വിട്ട് കളയാതെ പഠിക്കാട്ടോ. അതുപോലെ ഈ വെക്ടറിൽ തന്നെ കുറെ ഇതുപോലെ ഇക്വേഷൻസ് ഉണ്ട് ഓരോന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അതെന്തായാലും പഠിച്ചിട്ട് പോവാം കേട്ടോ. നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററില്ലേ, സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നെഗേഷൻ ഉണ്ട്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഉണ്ട്, ഓർ ഉണ്ട്, ആൻഡ് ഉണ്ട്. അപ്പൊ അതെന്തായാലും പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് നെഗേഷൻ ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നെഗേഷൻ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എന്ന് പറയുന്നത്? അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നു, അപ്പൊ നമ്മളോട് എസ് ആയിട്ടുള്ള, അതായത് അതിന്റെ ഉത്തരം എസ് ആയിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോ ആക്കി എഴുതാം. അതായത് എന്താണ്? ഇവിടെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. സം ഓഫ് 2 and 3 is 6. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, പക്ഷെ അതൊരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു കംപ്ലീഷൻ ഉണ്ട്. അതിന് എസ് ഓർ നോ ആൻസർ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എസ് ആയാലും നോ ആയാലും നമുക്ക് അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 2ഉം 3യും കൂടി കൂട്ടിയാൽ 6 കിട്ടും. 6 കിട്ടോ? ഇല്ല, അത് പൊക്കോട്ടെ, പക്ഷെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു എസ് കിട്ടൂല, ഒരു നോ എന്ന് പറയുന്ന ആൻസർ അവിടെ ഇല്ലേ. സോ അതെന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം കേട്ടോ. ഇതിൽ ഏതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതാൻ വേണ്ടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിന് എസ് എന്നോ നോ എന്നോ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയും. മാത്തമാറ്റിക്കൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയും. അപ്പൊ സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് നെഗേഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ആണെങ്കിൽ നെഗേഷൻ നമ്മൾ എന്താ എഴുതുന്നത്? സം ഓഫ് 2 and 3 is 6. അപ്പൊ നെഗേഷൻ അതിന്റെ എഴുതുന്നത് ശ്രദ്ധിച്ചോളൂ. അപ്പൊ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് എഴുതണം അല്ലെ. അപ്പൊ സം ഓഫ് 2 and 3 ഈ 6 എന്നാണ്. അപ്പൊ അതിന്റെ നെഗേഷൻ വരുമ്പോൾ എന്താവും? ഈസ് നോട്ട് 6 മനസ്സിലായില്ലേ? അതിന്റെ നെഗേഷൻ അല്ല എന്നാവും. നെക്സ്റ്റ് വേണ്ട എന്താണ്? √7 ഈസ് റാഷണൽ എന്നാണ്. അപ്പൊ അതിന്റെ നെഗേഷൻ എന്താവും? ഒന്നില്ലേ നമുക്ക് എങ്ങനെ എഴുതാം? √7 ഈസ് നോട്ട് റാഷണൽ എന്ന് എഴുതാം. നോട്ട് റാഷണൽ. അപ്പൊ എന്താ അതിന്റെ നെഗേഷൻ? അതല്ലാന്നുണ്ടെങ്കിൽ നോട്ട് റാഷണൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറാഷണൽ ആണ്. അപ്പൊ √7 ഈസ് നോട്ട് റാഷണൽ എന്ന് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ √7 ഈസ് ഇറാഷണൽ എന്ന് എഴുതിയാലും നമുക്ക് അവിടെ നെഗേഷന് മാർക്ക് കിട്ടും. ഇനി തേർഡ് വൺ എന്താണ്? അവിടെ നോക്കൂ. ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെന്റ്. അപ്പൊ അതിന്റെ നെഗേഷൻ എന്താണ്? ഓസ്ട്രേലിയ ഈസ് നോട്ട് എ കോണ്ടിനെന്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? നോട്ട് എ കോണ്ടിനെന്റ് എന്ന് വരും അല്ലെ. നോട്ട് എ കോണ്ടിനെന്റ്. ഇനി ലാസ്റ്റ് ആണ് നോക്കാമല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? നോട്ട് എ കോണ്ടിനെന്റ്. ഓസ്ട്രേലിയ ഈസ് നോട്ട് എ കോണ്ടിനെന്റ്. ഇനി ലാസ്റ്റ് ആണ് നോക്കൂ. ദ നമ്പർ ഈസ് ലെസ് ദാൻ 5. അപ്പൊ നമുക്ക് അവിടെ എന്ത് വരും? ദ നമ്പർ ഈസ് നോട്ട് ലെസ് ദാൻ 5. നമ്പർ ഈസ് നോട്ട് ലെസ് ദാൻ 5. അപ്പൊ 4ന്റെ നെഗേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഫസ്റ്റിന്റെ എന്താണ്? സം ഓഫ് 2 and 3 ഈസ് നോട്ട് 6. സെക്കൻഡ് വൺ എന്താണ്? √7 ഈസ് നോട്ട് റാഷണൽ അല്ലെങ്കിൽ ഇറാഷണൽ എഴുതാം. തേർഡ് വൺ എന്താണ്? ഓസ്ട്രേലിയ ഇസ് നോട്ട് എ കോണ്ടിനെന്റ്. ഫോർത്ത് വൺ എന്താണ്? ദ നമ്പർ ഈസ് നോട്ട് ലെസ് ദാൻ 5. ഓക്കെ, അപ്പൊ നെഗേഷൻ എഴുതാൻ പഠിച്ചല്ലേ? എല്ലാത്തിനും കൂടെ ഒരു നോട്ട് ഇട്ട് എഴുതാം. അപ്പൊ നോട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ആ നോട്ട് ഒഴിവാക്കിയിട്ട് എഴുതാം. അങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റിനും നെഗേഷൻ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റിൻ എന്താണ്? സർക്കിളിന്റെ ഇക്വേഷൻ ഫോം ചെയ്യാനാണ്. നമുക്ക് അവിടെ സെന്റർ എന്നിട്ടുണ്ട് 3ഉം -4ഉം, അതുപോലെ റേഡിയസ് എന്നിട്ടുണ്ട് 6 എന്നല്ലേ. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സർക്കിളിന്റെ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്താണ്? x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r² ആണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ആൻ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ h k എന്ന് പറയുന്നത് സെന്ററത്തെ പോയിന്റ് ആയിരിക്കും. അവിടെ അപ്പൊ എന്താ തന്നിരിക്കുന്നത്? 3 - k എന്ന് പറഞ്ഞ സെന്ററത്തെ പോയിന്റ് തന്നിട്ടുണ്ട് അല്ലെ. 3 - k. അപ്പൊ h എന്താണ്? 3ഉം k എന്താണ്? -4 ആണ്. പിന്നെ ഇവിടെ റേഡിയസ് ഉണ്ട് r. അപ്പൊ എന്താ? 6. ചില ഇക്വേഷനിൽ r² പകരം a² കാണും, ചിലതിൽ c²
സ്ക്വയർ എന്ന് കാണും കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതാ ഇക്വേഷൻ പഠിച്ചത് അതുപോലെ തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് മൈനസ് എച്ചിന് വരെ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, 3 കൊടുക്കാം അല്ലെ. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ആണ്. കെ ഇവിടെ എന്താണ്, -4 ആണ്. അപ്പൊ ആ മൈനസോട് തന്നെ എഴുതുക. ഈക്വൽ ടു ആർ സ്ക്വയർ, അതായത് 6 സ്ക്വയർ. അപ്പൊ നമ്മൾ എന്താകും, നമുക്ക് ഓപ്പൺ ആക്കി എഴുതുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ എ സ്ക്വയർ മൈനസ് 2ab, അതായത് 2 × x × 3. അപ്പൊ നമുക്ക് 2 × x × 3 പ്ലസ് 3 സ്ക്വയർ. ഇത് നമുക്ക് എന്താവും, ഈ മൈനസ് ഓഫ് മൈനസ് ഇവിടെ എന്തായി, പ്ലസ് ആയി. അതായത് y പ്ലസ് 4 ഹോൾ സ്ക്വയർ ആയി, അതായത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ അതിനെ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ എന്താക്കി എഴുതാൻ പറ്റും, എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y സ്ക്വയർ പ്ലസ് 2y4 പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 സ്ക്വയർ എന്നാവും. അപ്പൊ നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 6 ആവുമല്ലേ, 3 × 2 പ്ലസ് 3 സ്ക്വയർ എന്താണ് 9 ആണ്, പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 8y, 4 × 2 8y ആവും, 16 ആവുമല്ലേ. 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 സ്ക്വയർ എന്താണ് 36 ആണ്. അപ്പൊ നമ്മൾ അടുത്തതിലൊന്ന് റീഅറേഞ്ച് ചെയ്താ, അതായത് എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഒരുമിച്ച് ചെയ്താ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, പിന്നെ എക്സിന്റെയും വൈന്റെയും കമ്പോണൻസ് മൈനസ് 6x പ്ലസ് 8y. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈക്വൽ ടു ഈ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പേഴ്സിനെ നമ്മൾ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതായത് 36 മൈനസ് 9 മൈനസ് 16 ആവും. നോക്കൂ ഇവിടെ പ്ലസ് 9 ആണ് അല്ലെ, അപ്പൊ ഈക്വൽ ടുന്റെ അപ്പുറം ആവുമ്പോൾ എന്താവും, -9 ആവും. അതുപോലെ പ്ലസ് 16 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -16 ആവും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ഉത്തരം കിട്ടും നോക്കൂ, 36 മൈനസ് 25 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 36 മൈനസ് 25 എന്താണ് 11. അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒന്നുകൂടി ഇക്വേഷൻ എഴുതി കാണിച്ചതാ കേട്ടോ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x പ്ലസ് 8y ഈക്വൽ ടു 11, അല്ലെങ്കിൽ ഈ പ്ലസ് 11 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ -11 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ നമുക്ക് അവിടെ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഇത് ഈക്വൽ ടു 11 എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. അതുപോലെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ -11. അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഒരു ചോദ്യം നമുക്ക് ഓപ്പൺ ആക്കാൻ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത് എന്തായാലും പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ നെക്സ്റ്റ് വണ്ണാണ്. ഇതെന്താണ്, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ യൂണിറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എന്താണ് എക്സ് പ്ലസ് 7y മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്താണ്, y ഇസ് ഈക്വൽ ടു mx പ്ലസ് c ആണ് അല്ലെ. ഈ m എന്ന് പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും എന്ത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ പ്ലസ് c നേരിയ കമ്പോണന്റ് ആയിരിക്കും എന്ത്, y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് എന്താണ് y ഇസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് മാറ്റണം. നമുക്ക് തന്നിരിക്കുന്ന എന്താണ് എക്സ് പ്ലസ് 7y മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ആദ്യം എന്താക്കി, എക്സ് പ്ലസ് 7y ആ -4 ഈക്വൽ ടുന്റെ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായി, +4 ആയി. അതാണ്ടോ ആ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ 7y ഇവിടെ തന്നെ നിർത്താം. അപ്പൊ 7y ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് ആവും. നെക്സ്റ്റ് സ്റ്റെപ്പില് y ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ് ഇൻറ്റു 7 ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ഈക്വൽ ടുന്റെ സൈഡിലേക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി, ഡിവൈഡഡ് ബൈ 7, അതായത് 4/7 മൈനസ് x/7. നോക്കൂ ഇവിടെ എന്താണ് എന്തായി, നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലെ. ഫസ്റ്റ് നമുക്ക് എക്സ് ആക്കി എഴുതാം, അതായത് -x/7 പ്ലസ് 4/7. അപ്പൊ ഇവിടെ എന്താണ് m എന്ന് പറയുന്നത്, m എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ m ഇസ് ഈക്വൽ ടു -1/7 എന്ന് കിട്ടും അല്ലെ. അതുപോലെ y ഇന്റർസെപ്റ്റ് എന്താണ്, y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 4/7 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആയില്ലേ. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നു ലൈൻ്റെ, അതിൽ നിന്ന് നമ്മൾ എന്താണ് സ്ലോപ്പും കണ്ടുപിടിച്ചു, y ഇന്റർസെപ്റ്റും കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് മാറ്റി. അപ്പൊ നമുക്ക് സ്ലോപ്പ് കിട്ടി, അതുപോലെ y ഇന്റർസെപ്റ്റും കിട്ടി. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡെറിവേറ്റീവ് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതിൽ പ്രൊഡക്റ്റ് റൂൾ ഉണ്ട്, കോഷൻ റൂൾ ഉണ്ട്, അതായത് ഓരോ ഫംഗ്ഷന്റെയും പിന്നെ എന്താണ് ഡെറിവേറ്റീവ് എന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തായാലും 1 വേണം ചോദിക്കുന്നത് വിചാരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്തായാലും പഠിക്കാം കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് അത്.
പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലാണ് നമ്മൾ ഈ ഒരു റൂൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? x⁴ ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? sin 2x ആണ്. അപ്പൊ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് x⁴ dy/dx is equal to കേട്ടോ, dy/dx is equal to ഫസ്റ്റ് ഫംഗ്ഷൻ x⁴ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അതായത് sin 2x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ sin 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ d/dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? x⁴. അപ്പൊ x⁻n ഡെറിവേറ്റീവ് എന്താണ്? x⁻n ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n(x⁻n-1) ആണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ x⁻n ഫോമിലല്ല ഇവിടെ x⁴ എടുക്കുന്നത്. അപ്പൊ x⁻n ആണെങ്കിൽ n(x⁻n-1) എന്ന് എഴുതും. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈക്വൽ ടു x⁴ ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം? sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. sin 2x ന്റെ ഡെറിവേറ്റീവ് cos 2x ഇൻറ്റു എന്താണ്? ഒരു 2d വരും. അതായത് 2x ന് നമ്മൾ വീണ്ടും ഒന്ന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. 2x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ആണ്. പ്ലസ് ഈ അഗെയിൻ sin 2x. ഇവിടെയാണ് ഞാൻ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറഞ്ഞത്. അവിടെ n-ന്റെ സ്ഥാനത്ത് എന്താണ്? 4 ആണ്. അപ്പൊ n ഇൻറ്റു x⁻n-1 അതായത് 4 - 1. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടി എഴുതിയാൽ x⁴ ഇൻറ്റു cos 2x into 2 plus sin 2x into 4x³ ഇതായിരിക്കും നമ്മുടെ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതും നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ചോദ്യങ്ങൾ നോക്കിയിട്ട് പോവാ. അതുപോലെ ഇതായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും എന്തായാലും പഠിച്ചു വെക്കുക. അപ്പൊ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും വീഡിയോസും നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ കാണാൻ എല്ലാവരും. അതൊക്കെ വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് കോപ്പീസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ സോഫ്റ്റ് കോപ്പീസ് നമ്മുടെ e-learning വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതെന്തായാലും എല്ലാവരും പർച്ചേസ് ഒക്കെ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എക്സാം എഴുതാൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.